ഇതെന്ത് വാരാഘോഷം, ഒരാഴ്ചക്ക് നീണ്ടു നിൽക്കുന്ന കല്യാണം, ഒരു 10-15 ഫോട്ടോഷൂട്ട്. നമുക്ക് 4 സേവ് ദി ഡേറ്റ് അല്ലേ. ആദ്യത്തെ ലോകയായിരുന്നു. ലോക, പിന്നെ ബീച്ച്, ഒരു വിന്റേജ്, പിന്നെ ട്രഡീഷണൽ. 2 ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആരുടെ എന്ന് പറഞ്ഞിട്ട് അതിപ്പോ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ആർക്കും എല്ലാരും അറിയണമെന്നില്ലല്ലോ. എല്ലാവർക്കും പ്രധാനമായിട്ട് ഈ വീഡിയോയുടെ അടിയിൽ അത് വരും. 140 MLA-മാരുണ്ട്. ഈ 140 MLA-മാരെ പോലും ആർക്കും അറിയില്ല. 3 വർഷത്തിന് ശേഷമാണ് എന്റെ അച്ഛനെ അമ്മേനെ ഒരേ ഫ്രെയിമിൽ ഒരു സ്ഥലത്ത് ഞാൻ വെച്ചത്. അവര് സെപ്പറേറ്റഡ് ആണ്. ഞാൻ ഇതുവരെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അമ്മ വേറെ കല്യാണം കഴിച്ചതാണ്. അമ്മ വേറെ കല്യാണം കഴിച്ച അതിലൊരു കൊച്ചുണ്ട്. അച്ഛൻ 2 മക്കളുള്ള ഒരാളെ അച്ഛൻ കല്യാണം കഴിച്ചു. എന്റെ കല്യാണ ഫോട്ടോ പോലും എഡിറ്റ് ചെയ്ത് വെക്കേണ്ട അവസ്ഥ. പേരൻസ് ഒരുമിച്ചില്ലാത്തതിന്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് എനിക്ക് ഒരു പോയിന്റ് എത്തപ്പിന് മനസ്സിലായി. പേരൻസിന്റെ പ്രശ്നമാണ് അവരുടെ ഒരു വളർത്തുന്ന മീൻസ് അവരില്ലാത്തതിന്റെ ഒരു ഇതുണ്ടല്ലോ. എനിക്ക് പിന്നെ ആയപ്പോ ടെമ്പർ തരും. ഞാൻ പറഞ്ഞോളാം, നീ പറഞ്ഞെങ്കിൽ നീ പറയുന്നെങ്കിൽ പറയാം. അവള് പ്രേമിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ പ്രേമിക്കാം. അതോടെ തരില്ലേ. ആ ഡയലോഗിൽ ശരിക്കും ആ ഡയലോഗിൽ തിരിഞ്ഞതാണോ സത്യത്തില് അതെ, വർഷനെ തന്നെയാണ് ഈ ഉന്നം വെച്ചിരുന്നത്. ഞാൻ നോക്കുമ്പോ കൊള്ളാം, നല്ല വൈബ്. താലി കെട്ടുന്നതിന് തൊട്ട് പോയില്ലേ അപ്പോഴേ എന്റെ കല്യാണം ഇനി അങ്ങോട്ട് റെസ്പോൺസിബിലിറ്റി. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് എന്റെ കല്യാണം അത്രയും നേരം ടെൻഷനില്ലായിരുന്നു. ഇവിടെ ഒരു പുള്ളിക്കാരൻ സദാചാരം, ഒരു മാമൻ എന്തൊക്കെയോ തെറി വിളിച്ച് ആ പേരില് പുള്ളി. ഞാൻ ചുമ്മാ അവിടെ സൈഡിൽ റോഡ് സൈഡിൽ രാത്രി ഫോൺ വിളിക്കാനായിട്ട് വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഫോൺ വിളിച്ചോണ്ടിരിക്കുക. അടിച്ചിട്ടുണ്ടായിരുന്നു. നീ എന്റെ വീട്ടിൽ കാറിടാൻ നീ സമ്മതിക്കത്തില്ലേ എന്ന് എന്നോട് ചാടി. ഞാൻ അപ്പൊ പേടിച്ചോടിട്ട് പിന്നെ തിരിച്ചു വന്ന് ഇവരെയൊക്കെ വിളിച്ചിരുന്നു. പുള്ളി വീട്ടിനകത്ത് അങ്ങനെ അപ്പൊ തന്നെ കൊണ്ടുവന്ന് കേസ് കൊടുത്ത്. 10 വർഷം നീണ്ട പ്രണയം ഒടുവിൽ റീലിൽ ഒന്നിച്ചു. ഇപ്പതാ ജീവിതത്തിലും. ഞാൻ ഒരാഴ്ചയായിട്ട് മലയാളികൾ ആവശ്യപ്പെട്ടിരിക്കുന്ന കല്യാണമാണ്. സോ കല്യാണ വിശേഷങ്ങളായിട്ട് 2 പേർ നമുക്ക് ഒപ്പമുണ്ട്. സോ ആദർശ് ആൻഡ് വർഷ, നമസ്കാരം. നമസ്കാരം. ഞാൻ ഭയങ്കര ഫോർമൽ അവളോടാ. ഇത് ആദ്യമായിട്ടാണ് ഇരുന്ന് കഴിച്ചിട്ട് ഏത് മൂഡ് പിടിക്കണം ഇന്റർവ്യൂവിൽ ചിന്തിച്ചോണ്ടിരിക്കുന്നത്. നമ്മള് തമ്മിൽ ആദ്യമായിട്ടല്ലേ കാണുന്നത്. പേര് എന്റെ പേര് ആദർശാണ്. എന്റെ പേര് വർഷ വിക്രം. നമസ്കാരം, എന്റെ റോഹൻ ആണ്. കല്യാണമൊക്കെ എന്നായിരുന്നു? കല്യാണം നവംബർ 23-ാം തീയതി. അതെ, തിരുവനന്തപുരത്ത് വെച്ച് കഴക്കൂട്ടം രാഗത്തിൽ വെച്ചൊക്കെ ആയിരുന്നു കല്യാണം. കണ്ടു ഇങ്ങനെ റീലിലൊക്കെ കണ്ട. റീലില് ശരിക്കും ഞങ്ങൾക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ അതുവരെ ഇല്ലാത്ത ഒരാള് ഈ പറഞ്ഞ പോലെ ഇവളുടെ എൻട്രിക്കൊക്കെ ഫ്രണ്ടില് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഫ്രണ്ടിൽ നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഒരു പയ്യനായിരുന്നു. ചടാറ് പിടിക്കാൻ വേണ്ടി നീ കിട്ടി 2 സുന്ദരം പയ്യന്മാരായിരുന്നു. അത് ഹൈലൈറ്റ് ആയിരുന്നു. റീല് കണ്ടത് കൊള്ളാം. അതെ അതെ നന്ദി വേണം, സ്മരണ വേണം, സ്മരണ. അത് ശരിക്കും അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ഐ മീൻ അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ കണ്ടില്ല. ഞാൻ പിന്നീട് ഫോട്ടോ കണ്ടപ്പോ ഫ്രണ്ടിരിക്കുന്നവരെ അങ്ങനെയാണ് ഞാൻ കണ്ടത്. ശരിക്കും എനിക്ക് എന്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് പറഞ്ഞു, ഇങ്ങനെ ഇവൻ തന്നെയാണ് എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞത്, എടാ ഞങ്ങള് വൈകിട്ട് മാത്രമേ നിന്റെ ബന്ധുള്ളൂ, ഉച്ച വരെ ഞങ്ങള് പെണ്ണുവീട്ടുകാരാണ്, നിങ്ങൾ മാറി. മറ്റേത് ഉണ്ണാൻ പോകുമ്പോഴേ പറയുള്ളൂ ഞങ്ങൾ ചെറുക്കന്റെ വീട്ടിലാണ് പെണ്ണുവീട്ട് വരുന്നത്. പക്ഷെ അന്ന് അക്ഷരത്തിൽ അങ്ങനെയായിരുന്നു. ഉച്ച വരെ ഞങ്ങൾ വർഷയുടെ ഫാമിലി ആയിരുന്നു. അത് പിടിച്ച് അതിന് എൻട്രിയിലേക്കൊക്കെ വരാൻ പറ്റി. വൈകിട്ടത്തേക്ക് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കല്യാണം ഉണ്ടായിരുന്നു. കല്യാണം അടിപൊളിയായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ്. അതുപോലെ തന്നെ ഞങ്ങള് എക്സ്പെക്ട് ചെയ്തതിലും നല്ല അടിപൊളിയായിട്ട് സംഭവിച്ചു. ഇതെന്ത് വാരാഘോഷം, ഒരാഴ്ചക്ക് നീണ്ടു നിൽക്കുന്ന കല്യാണം, ഒരു 10-15 ഫോട്ടോഷൂട്ട്, റീലുകൾ, ചർച്ച. ഇതിന് മാത്രം ഫോട്ടോഷൂട്ട് നടക്കുന്ന കല്യാണം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഓരോ ദിവസം ഓരോ ഫോട്ടോസ്. മൊത്തം നമുക്ക് 4 സേവ് ദി ഡേറ്റ് അല്ലേ. ആദ്യത്തെ ലോകയായിരുന്നു. ലോക, പിന്നെ ബീച്ച്, ഒരു വിന്റേജ്, പിന്നെ ട്രഡീഷണൽ. ഇത്രയായിരുന്നു. പിന്നെ ഹൽദി അല്ലാതെ എനിക്ക് എന്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കല്യാണം നല്ല രീതിയിൽ തന്നെ നടത്തണം എന്നുള്ളത്. കാരണം എന്റെ ഫാമിലിയിൽ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ അങ്ങനെ ഇന്നുവരെ നടന്നിട്ടില്ല. എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു എന്ന് പറയാ, ഈ പലപ്പോഴും എന്നുള്ള രീതിയിലേക്ക് പറയും, ഈ ഫ്രണ്ട്സ് ആയിരിക്കുന്നവര് അല്ലെങ്കിൽ കുറെ വർഷം അറിഞ്ഞിരിക്കുന്നവര് കല്യാണം എന്ന് പറയുന്നത് എല്ലാ ദിവസത്തെ പോലെ ഒരു ദിവസം ആളുകൾ കൂടുന്നത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു കല്യാണ ഫീൽ വരുന്നില്ല എന്നൊക്കെ പറയും. ഇത്രയും വർഷം പരിചയമുള്ളവർ ഒരുമിച്ചുള്ളവരൊക്കെയാണെന്നുള്ളത്. ശരിക്കും അങ്ങനെ ഉണ്ടോ? ശരിക്കും കല്യാണം എനിക്ക് അത്രയും നേരം ടെൻഷൻ ഇല്ലായിരുന്നു. ഞാൻ മണ്ഡപത്തിൽ കയറിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ടല്ലായിരുന്നു നോക്കിയപ്പോ മറ്റേ താലി കെട്ടുന്നതിന് തൊട്ട് പോയില്ലേ അപ്പോഴേ എന്റെ കല്യാണം ഇനി അങ്ങോട്ട് റെസ്പോൺസിബിലിറ്റി. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് എന്റെ കല്യാണം അത്രയും നേരം ടെൻഷൻ ഇല്ലായിരുന്നു. അപ്പോഴാണ് തോന്നിയത്. ഞാൻ നോക്കുമ്പോ വർഷം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ സ്റ്റേജിൽ നിന്ന് കരയുന്നു. ഞാൻ കണ്ടില്ല. അത് ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഭയങ്കര വിഷമമുള്ള. കാരണം ഇവിടെ അത്രയും സീരിയസ് ഇവിടെ അടുത്തിരുന്നുണ്ടായിരുന്നു. ഇവിടെ അത്രയും ഭംഗിയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കല്യാണത്തിന്റെ അന്ന് രാവിലെ ഞങ്ങളുടെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ ഇവിടെ എന്ന് വെച്ചാൽ രാവിലെ 6 മണിക്കായിരുന്നു ഞങ്ങളുടെ ഫോട്ടോഷൂട്ട്.
അപ്പോഴ് നല്ല ഉറക്കം വന്നിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും നിന്നത്. പിന്നെയാണ് ഈ 10-11 മണി കഴിയുമ്പോൾ ഇവിടെ എന്നെ കാണിക്കണില്ല. എന്റെ സ്വീകരണം 10 മണിക്കായിരുന്നു, ഇവിടെ കാണിക്കണമൊന്നുമില്ല. അങ്ങ് അറ്റത്ത് നിന്ന് ചടാറ് കൊണ്ടുവന്നപ്പം ഇവള് വരണത് ഭയങ്കര സന്തോഷമായി. 2 ആ പിടിച്ചോണ്ട് പറഞ്ഞ 2 പേര് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള 2 പേര്. ഒന്ന് നമ്മുടെ സ്വന്തം റോഹനും, പിന്നെ നമ്മുടെ സ്കിബിഡി ആദർശ്. കാരണം അത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനം. നിങ്ങൾ രണ്ടുപേരും കൂടെ ആ ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് ചെയ്തതും കൂടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ ലിസ്റ്റിലുള്ള ഒരാളുടെ കൂടെയാണ് ഇന്റർവ്യൂ നിന്ന് കഴിഞ്ഞു. പക്ഷെ 2 ദിവസം മലയാളക്കര മൊത്തം അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ മൊത്തം സോഷ്യൽ മീഡിയ നിങ്ങളുടെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത് അറിഞ്ഞില്ല. അതായത് നമ്മൾ കല്യാണത്തിന് ശേഷം വീട്ടിൽ ഉച്ചയ്ക്ക് പോണ വഴിക്കും ഞങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടുമെന്ന് വിചാരിച്ചു ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാനുള്ള. അതും കിട്ടിയില്ല. തിരിച്ച് ഏതോ ഒരു ഗ്യാപ്പിലാണ് ഞാൻ ആ ഫോട്ടോസ്, കല്യാണം കഴിഞ്ഞ ആ ഒരു ഫോട്ടോസ് കിട്ടിയപ്പോൾ എടുത്ത് പോസ്റ്റ് ചെയ്തത്. അപ്പോഴും ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കാണണില്ല. രാത്രി ഇവന്റ് പരിപാടികളെല്ലാം കഴിഞ്ഞ ഒരു 9:30 കഴിയുമ്പോൾ ഡാൻസ് DJ പരിപാടിയൊക്കെ തുടങ്ങി. അപ്പോഴും ഞാൻ പതുക്കെ എല്ലാവരും കളിച്ചുകൊണ്ടിരുന്നപ്പോൾ താഴെ പതുക്കെ ഇവന്റുകാരത്തോട്ട് പോയി, ചേട്ടാ ഫുഡ് എങ്ങനെയാണ് തികഞ്ഞ ചോദിക്കാൻ വേണ്ടി. ഫുഡെല്ലാം ഓക്കെയാണ്. എങ്ങനെയുണ്ട് റെസ്പോൺസ് ബ്രോ? ഇൻസ്റ്റ തുറക്കുമ്പോഴും സോഷ്യൽ മീഡിയ തുറക്കുമ്പോഴും നിങ്ങളെ ഈ പരിപാടിയാണ്. ഞാൻ ശാന്ത സംഭവം പുള്ളിയുടെ വൈഫ് പുള്ളിക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വീഡിയോസ് കണ്ടിട്ട്. അങ്ങനെയാണ് ഞങ്ങൾ അറിയണത് ഇങ്ങനൊരു സംഭവം പുറത്തുണ്ട് സംഭവിക്കുന്നുണ്ടെന്നുള്ളത്. പക്ഷെ ഇത്ര മീഡിയ വന്നിട്ടാണ് ഇത്രത്തോളം എല്ലാ കാര്യങ്ങളും എല്ലാ മൊമെന്റ്സും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കല്യാണത്തിൽ കൂടാത്ത ഒരാൾക്ക് കല്യാണം കംപ്ലീറ്റ് കണ്ടിട്ട് എന്ന് വെച്ചാൽ ഇതുവരെ ഞങ്ങൾക്ക് ക്യാമറ ടീമിന്റെ ഭാഗത്തുനിന്ന് കല്യാണത്തിന്റെ ഫുൾ വീഡിയോ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇല്ല, പക്ഷെ ഫുൾ എല്ലാരും കണ്ടത് ഇതുവഴിയാണ്. ഇതിപ്പോ നിങ്ങൾക്ക് കല്യാണ വീഡിയോ കിട്ടിയാലും കുഴപ്പം, ഇതെല്ലാം സേവ് ചെയ്ത് സംഭവിക്കുന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതിനൊപ്പം തന്നെ അതിൽ കുറെ ചോദ്യങ്ങളുണ്ടായിരുന്നു കമന്റ് ബോക്സിൽ. 2 ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു, ഇതൊക്കെ ആരുടെ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ആർക്ക് എല്ലാരും അറിയണമെന്നില്ലല്ലോ. എല്ലാവർക്കും പ്രധാനമായിട്ട് ഈ വീഡിയോയുടെ അടിയിൽ അത് വരും. ഇവരൊക്കെ ആരാ, ഇവരൊക്കെ ഏതാ എന്നിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്തുകൊണ്ടായിരിക്കും തോന്നുന്നത്? ഐ മീൻ ഇത്ര റീലുകൾ സംഭവിച്ചിരുന്നു, എല്ലാവർക്കും അറിയുന്നു. ഇത് ശരിക്കും ഒരു പ്രാദേശികമായിട്ട് സംഭവിക്കും അങ്ങനെയുണ്ടോ? ഇപ്പൊ നമുക്കൊരു തെക്കൻ സൈഡിലോട്ടാണെങ്കിലും ട്രിവാൻഡ്രം കൊല്ലമൊക്കെ അങ്ങനെ ഒരു സൈഡിലോട്ട് ഭയങ്കര ഫേമസ് ആണ്. പക്ഷെ മാധ്യമങ്ങളിൽ മീഡിയയിൽ വരുന്ന സമയത്ത് എല്ലാ സ്ഥലത്തുള്ള ആളുകളിലേക്ക് വരും. ശരി, അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? എന്ന് വെച്ചാൽ ഓൾറെഡി ചില ആൾക്കാർ, അറിയാവുന്ന ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇവരൊക്കെ ആരാ എന്ന്. അറിഞ്ഞു വെച്ചിട്ട് എന്തെങ്കിലും പറയണമല്ലോ. ഇപ്പൊ എല്ലാത്തിനും 2 സൈഡ് ഉണ്ടെന്ന് പറയും പോലെ ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. 2 ചിലപ്പോൾ നമ്മളെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലാത്ത ആൾക്കാരായിരിക്കും. നമുക്ക് ഇപ്പം ശരിക്കും പറയാൻ കേരളത്തിൽ ഏകദേശം കുറെ ഇൻഫ്ലുവൻസർ യൂട്യൂബർമാർ ഒരുപാട് ആൾക്കാരുണ്ട്. 140 MLA-മാരുണ്ട്. ഈ 140 MLA-മാരെ പോലും ആർക്കും അറിയൂടാ ആരൊക്കെയാണെന്നുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പം ഈ പറഞ്ഞ ഇവരൊക്കെ ആരാന്ന് ചോദിക്കുന്നതിൽ വലിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം കുറെ ആൾക്കാരെ കമന്റ് കണ്ടത് ഇതാണ്, ഇവരാരാണെന്നൊന്നും അറിഞ്ഞൂടായിരുന്നു. കുറെ ദിവസം കൊണ്ട് ഇവരെ വീഡിയോസും ഫോട്ടോസും ഓടിക്കൊണ്ടിരുന്നു. പക്ഷെ ഇവരെ പേര് സെർച്ച് ചെയ്ത് നോക്കിയപ്പം ഇവരാരാണെന്ന് മനസ്സിലായി. പിന്നെ ഒരു കമന്റ് സെക്ഷൻ ഫുള്ള് പോസിറ്റീവ് ആണെങ്കിൽ അതിനൊന്നും നെഗറ്റീവ് ആക്കാൻ വേണ്ടിട്ട് നോക്കുന്ന അതാണ് കൂടുതലും. ഇത് തോന്നുന്നുണ്ട്, ഇത് അറിഞ്ഞിട്ടും ചുമ്മാ ആളാൻ വേണ്ടിട്ട് ഇതൊക്കെ ആരെയും ചോദിക്കുന്ന നമ്മൾ റിപ്ലൈ അവർക്ക് കൊടുത്തു കഴിയുമ്പോൾ അറ്റൻഷൻ, ഇതൊക്കെ ഒരു മാസം അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിട്ട് ചെയ്യുന്നതാണ്. ഈ കല്യാണം എന്നതിനേക്കാൾ അപ്പുറത്തായിട്ട് ആദർശ് വർഷ കല്യാണം എന്നുള്ളതല്ല, ഒരു ഇൻഫ്ലുവൻസ് മീറ്റപ്പ് എന്ന് പറഞ്ഞോട്ട് അതിങ്ങനെ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് ഒരേപോലെ. ഐ മീൻ ഫാമിലി ഫംഗ്ഷൻ പോലെ എല്ലാവരും കൂടി മീറ്റപ്പ് നടക്കുന്ന പോലെയായിരുന്നു. ഇത് ആക്ച്വലി എന്താ സൗഹൃദം തന്നെയായിരുന്നു. സൗഹൃദം തന്നെയാണ്. എന്ന് വെച്ചാൽ ഞാൻ കുറെ ആൾക്കാർക്ക് വരാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അന്ന് പൊതുവെ എല്ലാവരും കല്യാണം കഴിക്കുന്ന ദിവസമായിരുന്നു. നവംബർ 23 എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഓൾറെഡി ഒരുപാട് കല്യാണങ്ങൾ നടക്കുന്ന ദിവസമായിരുന്നാണ്. ഞാൻ ശരിക്കും നവംബറിൽ കൊണ്ട് വെച്ചത് തന്നെ ഒരുപാട് കല്യാണം നടക്കാതെ നമ്മളത് മാത്രം അങ്ങനെ പോയി കഴിയും. എല്ലാവർക്കും ഒരുപാട് കല്യാണം ശരിക്കും എന്റെ ഒരു കോൺസെപ്റ്റ് ഇങ്ങനെയായിരുന്നു, എല്ലാവർക്കും വരാൻ പറ്റുമല്ലോ, അധികം ഒരു ഇതില്ലാത്ത. പക്ഷെ നോക്കിയപ്പോ അന്നത്തെ ദിവസം എല്ലാവരും കല്യാണം കഴിക്കുന്ന ദിവസം. പക്ഷെ ഞാൻ വിളിച്ചതിൽ കുറെ ആൾക്കാർ വന്നു, കുറെ ആൾക്കാർക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇപ്പോഴൊക്കെ എനിക്ക് മെസ്സേജ് ഉണ്ട്, ബ്രോ 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് അയക്കണം, തിരക്കാണെന്നറിയാം, പിണങ്ങല്ല് ഇന്ന കാര്യങ്ങളുണ്ട്, ഓക്കെ ആണെന്ന് സംഭവിച്ചു. പിന്നെ കുറെ ആൾക്കാർക്ക് അകത്ത് കയറാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഫുള്ള് പാർക്കിങ്ങിന്റെ കുറെ ഇഷ്യൂസ് വന്നു, നല്ല ക്രൗഡ് അതായത് മഴ കുറഞ്ഞപ്പോൾ ഫുൾ റഷ് കയറി അങ്ങനെ. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെല്ലാവരും ഉണ്ട് അവിടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ എല്ലാം കാണാൻ പറയുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം. എന്ന് വെച്ചാൽ ഞങ്ങള് 4 മണിക്കായിരുന്നു ഈവനിങ് ഫംഗ്ഷൻ വെച്ചിരുന്നത്. 5:15 ആയി ഞങ്ങൾ എത്തിയപ്പോൾ. ആ 5:30 തൊട്ട് 10 മണി വരെ ഞങ്ങൾ നിപ്പായിരുന്നു. എന്ന് വെച്ചാൽ ആൾക്കാർ പറഞ്ഞുണ്ട് വരണവരെല്ലാം ഫോട്ടോ. അവസാനം ഇവക്ക് തലവേദന എടുക്കാൻ തുടങ്ങി. ഇവൾ ആ സൈഡിൽ നിന്ന് പോയി അവിടെ വെച്ചേക്കുന്ന ഫുഡ് കഴിച്ചിരുന്നു. അതും ട്രോള് വന്ന്. അതായത് പാസ്ത കഴിച്ചോണ്ടിരുന്നപ്പോ ഉരുളക്കിഴങ്ങ് അവിച്ചത് കഴിക്കുന്ന വർഷം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാരണമുണ്ട്. അപ്പം ആ സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര എന്ന് വെച്ചാൽ ഞങ്ങൾ വെള്ളം കുടിക്കില്ല, ആഹാരം കഴിക്കില്ല, എന്നിട്ട് കൂടെ ഇവന്റെ കൊണ്ട് വെള്ളമൊക്കെ തരും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്, ഉച്ചയ്ക്ക് കഴിച്ചതല്ലേ. പക്ഷെ ആ മൂഡിലിരുന്ന്
പോയപ്പം പിന്നെ 4 മണിക്കൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ പോവാതെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുട്ടിയാകിൽ ചേട്ടനൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. വെഡിങ് എപ്പോഴും ഏറ്റവും സന്തോഷമുള്ള സംഭവം എന്നാണ് എപ്പോഴും നമ്മൾ പറയും. എങ്കിൽ പോലും ഭയങ്കര ഇമോഷണൽ ആയിട്ട് രണ്ടുപേരും കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ഷേണായൻ എന്നുള്ളത്. എന്താ ശരിക്കും സ്റ്റേജിൽ അത്രയും കുറച്ച് ഇമോഷണൽ ആയി പോയത് എന്തുകൊണ്ടാണ്? ഇമോഷണൽ ആയതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ, ഒന്ന് ഞാൻ ആഗ്രഹിച്ച പോലെ എൻ്റെ കല്യാണം നടന്ന് ഇവളെ കണ്ട്. 2 എനിക്ക് തോന്നുന്ന ഒരു 3 വർഷത്തിന് ശേഷമാണ് എൻ്റെ അച്ഛനെ അമ്മേനെ ഒരേ ഫ്രെയിമിൽ ഒരു സ്ഥലത്ത് ഞാൻ വെച്ച് കണ്ടത്. എന്ന് വെച്ചാൽ അവർ സെപ്പറേറ്റഡ് ആണ്. ഞാൻ ഇതുവരെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല അത്. അതായത് എൻ്റെ ഫാമിലി സെപ്പറേറ്റഡ് ആണ്. ഞാൻ UKG പഠിക്കുമ്പോഴാണ് എൻ്റെ അച്ഛനും അമ്മയും സെപ്പറേറ്റ് ആവണം. അതിനുശേഷം ഞങ്ങൾ അമ്മൂമ്മയുടെ കൂടെ വളർന്നു. അമ്മ വേറെ കല്യാണം കഴിച്ചതാണ്. അമ്മ വേറെ കല്യാണം കഴിച്ച അതിലൊരു കൊച്ചുണ്ട്. അതാണ് എൻ്റെ അനിയത്തി, കൺമണി എന്നാണ് പേര്. അച്ഛൻ 2 മക്കളുള്ള ഒരാളെ അച്ഛൻ കല്യാണം കഴിച്ചു. അപ്പം അവർ രണ്ടുപേരുടെ ലൈഫിൽ അവർ ഇപ്പോൾ ഓക്കെയാണ്. അവർ രണ്ടുപേരും സെപ്പറേറ്റ് കല്യാണം കഴിച്ചു. അവരുടെ ലൈഫായിട്ട് ഇങ്ങനെ പോകണം. പിന്നെ എനിക്ക് ആകെ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞാൽ ചേട്ടനുണ്ട്, അമ്മൂമ്മയുണ്ട്. അപ്പോൾ ചേട്ടൻ 2022 കല്യാണം കഴിഞ്ഞ് ചേട്ടൻ മാറി. പക്ഷേ അച്ഛൻ്റെ സ്ഥാനത്താണ് ചേട്ടനും അമ്മയുടെ സ്ഥാനത്ത് ചേട്ടൻ്റെ വൈഫ് ചേച്ചി, ഇവർ രണ്ടുപേരും. ഞാൻ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ നേരെ ചേട്ടൻ അങ്ങോട്ടാണ് വന്നത്. പിന്നീട് ഞങ്ങൾ അമ്മൂമ്മയുടെ അങ്ങോട്ട് പോയി. അപ്പം ഒരു 1-2 ദിവസം ഇവരുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇവര് ചടങ്ങിന് വന്നു. അതായത് ഈ പറഞ്ഞ പോലെ കല്യാണത്തിന് 2 പേരും വന്ന് നിന്നു. കാരണം 2 പേർക്കും എന്ന് വെച്ചാൽ പബ്ലിക് എടുക്കുന്നത് വേറെ രീതിയിലായിരിക്കും. അത് വേറെ, ഇപ്പൊ എന്റെ കല്യാണത്തിന് എനിക്ക് ഒരിക്കലും പുറത്തുനിന്ന് വേറെ ആളെ പിടിച്ച് നിർത്താൻ പറ്റില്ല. എന്റെ അച്ഛന്റെ സ്ഥാനത്ത് അതെ, അച്ഛന്റെ സ്ഥാനത്ത് അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛൻ തന്നെ വേണം. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്റെ കല്യാണത്തിനും ഈ ചേട്ടന്റെ കല്യാണത്തിനും ഇവർ 2 പേരും വേണമെന്നുള്ള. പക്ഷെ ഇവർ 2 പേരും ആദ്യം സമ്മതിച്ചൊന്നുമില്ല. 2 പേരും വരൂല. പക്ഷെ അവസാനം 2 പേരും വരും എന്നുള്ള തീരുമാനത്തിലെത്തി. അപ്പൊ ഞാൻ എന്റെ ലൈഫില് അവസാനമായിട്ട് കണ്ടത് അച്ഛനും അമ്മയും ഒരു ഫ്രെയിമിൽ നിൽക്കുന്നത് ഈ ഒരു ചടങ്ങിൽ മാത്രമാണ്. ഭയങ്കര സന്തോഷമായിരുന്നു അത് കണ്ടപ്പോൾ. അവര് സംസാരിക്കില്ല. ഒരുമിച്ച് നിൽക്കാൻ ആദ്യം 2 പേരും തയ്യാറല്ലായിരുന്നു. പക്ഷെ ഞാൻ ചേട്ടൻ പറയാം, കാരണം ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഇവർ നിന്നേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഇവര് തമ്മിൽ എന്തിന് പിണങ്ങി, എന്ത് കാര്യത്തിൽ പിണങ്ങി, ഇതായത് നമ്മൾ ഇന്നുവരെ ചോദിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അത് അറിയേണ്ട കാര്യമില്ല, അതവരെ പേഴ്സണൽ രീതി എന്നുള്ളത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സന്തോഷമായിട്ട് ലൈഫിൽ ഒരു സംഭവം വരുമ്പോൾ ഇവർ വേണം എന്നുള്ളതായിരുന്നു എൻ്റെയും ചേട്ടൻ്റെ ആഗ്രഹം. അത് ചേട്ടൻ്റെ കല്യാണത്തിനും അവർ 2 പേരും ഉണ്ടായിരുന്നു. എന്റെ കാര്യത്തിൽ ഒരു 2 പേരും. ഈ പലപ്പോഴും സെക്കൻഡ് മാരേജ് ചെയ്യുന്ന പാരന്റ്സ് ഉണ്ട്. നമുക്കപ്പോ മക്കൾക്ക് എന്നുള്ള രീതിയിലേക്ക് സ്റ്റെപ്പ് മദർ ആയിട്ട് അങ്ങനെ ഉണ്ട്. അപ്പൊ 2 പേരും 2 പേരുടെ ലൈഫിൽ ഉണ്ട്. അവരുടെ മക്കളും അല്ലെങ്കിൽ അവരുടെ പാരന്റ് അങ്ങനെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ശരി, നിങ്ങൾ ശരിക്കും അങ്ങനത്തെ ഒരു പ്രസൻസ് മിസ് എന്ന് വെച്ചാൽ ഇപ്പം അമ്മയുടെ ഹസ്ബൻഡായിട്ട് പുള്ളിക്കാരൻ ഞങ്ങളായിട്ട് ഭയങ്കര സ്നേഹത്തിലാണ്. കല്യാണം പ്രമാണിച്ച് എനിക്ക് പൈസയൊക്കെ തന്നായിരുന്നു. എടാ ഇത് ചെലവിൻ്റെ ഇരിക്കട്ടെ തന്നെ. പുള്ളി കല്യാണത്തിന് വന്ന് ജസ്റ്റ് ഈ പറഞ്ഞ റിസപ്ഷന് വന്നു, കണ്ടു എന്നുള്ള പോയി. അച്ഛൻ്റെ ഭാഗത്തു നിന്ന് അവരാരും വന്നിട്ടില്ല. എന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പം അവരുടെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് കുറച്ച് ഇഷ്യൂ ആണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ എല്ലാവരും ഒരേ രീതി ചിന്തിക്കണമെന്നില്ല. അതായത് അവർക്ക് പ്രത്യേകിച്ച് വൈരാഗ്യ ദേഷ്യമൊന്നുമല്ല. പക്ഷേ അപ്പുറം ഇപ്പുറമുള്ള ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നത്, എന്തടി അവരങ്ങനെ പോയത്, കല്യാണം കഴിക്കാൻ നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നല്ല, അങ്ങനെ അല്ലായിരുന്നു, നീ ഇങ്ങനെ കെട്ടാൻ നേരത്തെ ഇതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നല്ലേ, ഇങ്ങനെ 2 ബാധ്യതകളില്ല എന്നൊക്കെയാണ് അവിടെ സംസാരിക്കുന്നത്. ബാധ്യതകളില്ല എന്നൊക്കെയല്ലേ പറഞ്ഞിരുന്നത്, ഇപ്പം എങ്ങനെ വന്നു. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കും ചേട്ടനും ഭയങ്കര സങ്കടമാണ്. പിന്നീട് ഞാനും ചേട്ടനും എടുത്തൊരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛനിപ്പോൾ സേഫാണ്. അച്ഛന് ഈ പറഞ്ഞ കണക്ക് അച്ഛനൊരു ഫാമിലി അത് കെട്ടിപ്പോകുമ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ പിന്നെ ഞാനും ചേട്ടൻ കയറേണ്ട കാര്യമില്ല. പിന്നെ അച്ഛനെ കാണാൻ പോകും, സംസാരിക്കും, മിണ്ടും. അമ്മയുടെ തായിരുന്നാലും അങ്ങനെ തന്നെയാണ്. അവർ 2 പേരും 2 ലൈഫാണെങ്കിലും ഞങ്ങൾ അവരുടെ ഇടയിലോട്ട് ഒരു ബുദ്ധിമുട്ടിനും പോകില്ല. അച്ഛനെ കാണും, സംസാരിക്കും. നിങ്ങൾ അങ്ങോട്ട് ബുദ്ധിമുട്ട് പോകുന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെ UKG അത്രയും ചെറുപ്രായത്തില നിങ്ങളുടെ ഘട്ടത്തില് ഇവരുടെ പ്രസൻസ് ആവശ്യമുള്ള സമയം കൂടി ഉണ്ട്. നമ്മളെല്ലാം ശരിക്കും പണവും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ മാത്രമായിരിക്കില്ല, അല്ലെ, ഫിസിക്കൽ പ്രസൻസ് ഉണ്ടാവേണ്ട ആവശ്യമുണ്ട്. ഒരുപാട് ഘട്ടങ്ങളില് അത് അവരുണ്ടായിട്ടുണ്ടോ ശരിക്കും? എന്നുവെച്ചാൽ അങ്ങോട്ട് പോകുന്നില്ലെങ്കിൽ പോലും അച്ഛൻ വരും. അച്ഛൻ്റെ കൂടെയാണ് ഞങ്ങൾ 7ാം ക്ലാസ് വരെ നിന്നത്. അച്ഛൻ്റെ കൂടെയാണ് നിന്നത്. പിന്നീടാണ് അച്ഛൻ ഇത് കണക്ക് ഞങ്ങൾക്ക് അമ്മൂമ്മയുടെ കൂടെ പോയാൽ മതി എന്നുള്ളതായി. അങ്ങനെയാണ് അച്ഛൻ പിന്നെ വേറെ കല്യാണത്തിലോട്ട് പോയത്. അപ്പം ഈ ആ പ്രായം എന്ന് പറഞ്ഞാൽ UKG 1ാം ക്ലാസ് ഒക്കെ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഈ സ്കൂളിൽ ഈ ചില പാരൻസ് ഒക്കെ PTA മീറ്റിങ്ങിനൊക്കെ വരും. എനിക്കൊന്നും ആരും വന്നിട്ടില്ല, എനിക്കും ചേട്ടനൊന്നും. അത് PTA മീറ്റിങ്ങിനൊന്നും ആര് വരാൻ? എന്ന് വെച്ചാൽ അച്ഛന് ഈ ജോലി കാര്യം, അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്, അച്ഛന് ഓട്ടം പോകണം, അങ്ങനെയുള്ള പരിപാടിയാണ്. അമ്മയില്ല. അപ്പം PTA മീറ്റിങ്ങിനൊക്കെ ഓരോരുത്തർ വരും. അവരെ മക്കളെ കാണാനൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഓരോ ബിസ്ക്കറ്റും മുട്ടായിയൊക്കെ വാങ്ങിച്ചോടെ കൊടുക്കും. വൈകിട്ട് 3 മണിയാകും. അപ്പം ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഭയങ്കര നാലേക്കും. എന്ന് വെച്ചാൽ അന്ന് അറിഞ്ഞൂടെ ഇത് എന്ത് കാര്യം എന്നുള്ളത് നമുക്ക് അറിയണം. പിന്നെ അതിൽ നിന്ന് ശീലമായി, പിന്നെ ഇങ്ങനെ അങ്ങ് പോയി. ശരിക്കും അങ്ങനെ ചെറുപ്രായത്തിലെ അവരൊരുമിച്ച് ഉണ്ടാവുമെന്ന് നിങ്ങൾ കണ്ടിട്ടില്ല. ഇപ്പം നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ഒരു മാരീഡ് ലൈഫിലോട്ട് പോവുക, പഠിച്ചൊരു പാഠം എന്താ, മനസ്സിലാക്കിയൊരു യാഥാർത്ഥ്യം എന്താ? ഒരിക്കലും ഈ പറഞ്ഞതുപോലെ അവരെ പോലെ ആകരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ കിട്ടിയൊരു ഫാമിലി എന്ന് പറയുന്നത് ഇവളുടെ അച്ഛനും അമ്മയും ഭയങ്കര ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ എന്നെ ഒരു മരുമോനെ പോലെ അല്ല, മോനെ പോലെയാണ് നോക്കണത്. അത് മുമ്പും അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നത് എൻഗേജ്മെന്റ് തൊട്ട് അവരെല്ലാ കാര്യം എൻ്റെ അടുത്ത് പറയും. ഇപ്പോൾ ഈ കല്യാണത്തിൻ്റെ കാര്യം പോലും
അവരെ വീട്ടിലും വേറെ ആരും ഇല്ല. ഈ പറഞ്ഞ അവളെ അച്ഛൻ, അമ്മ, പിന്നെ ഇവളെ ഒറ്റ മോളാണ്. അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ അവളുടെ അമ്മയുടെ സഹോദരിയും സഹോദരിയുടെ ഹസ്ബൻഡും അതിലൊരു മോളുണ്ട്. അപ്പം അവളാണ് നമ്മളെ ഈ പറയാ ഒരു അനിയത്തി, അവളുടെ അനിയത്തി എന്ന് പറയുന്നത് അവളാണ്. അപ്പൊ അവളും പിന്നെ ഈ അവരെ ഒരു കസിൻ ഒരു ചേച്ചിയുണ്ട്, ആര്യ എന്നുള്ള ചേച്ചിയും പിന്നെ സുനി എന്നുള്ള ചേട്ടനും അവരെ മോനും. ആ കൊച്ചു ചെറുക്കനാണ് എന്നെ ഹാരോട്ട് സ്വീകരിച്ചൊക്കെ ചെയ്തത്. കൊച്ചിറക്കൻ അവരാണ് എന്റെ ബേസിക്കലി എന്റെ ബന്ധുക്കൾ എന്നുള്ള രീതിയിൽ നിന്നത്. അപ്പം എന്റെ അച്ഛനും അമ്മ എന്ത് കാര്യത്തിൽ വഴക്കിട്ടെന്നുള്ളത് എനിക്കറിയണം. ഞാൻ ചേട്ടൻ ചോദിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഒരാൾ ഇപ്പൊ രണ്ടുപേര് പറയുമ്പം രണ്ട് സ്റ്റോറി ആയിരിക്കും. കാരണം ഇപ്പൊ എടാ എന്റെ ഭാഗത്തെ തെറ്റുകൊണ്ടാണ് ഞാൻ പോയത് എന്നുള്ളത് ഒരിക്കലും അമ്മ പറയില്ല. അച്ഛന്റെ ഭാഗത്തല്ല എന്റെ ഭാഗത്തെ മിസ്റ്റേക്ക് കൊണ്ടാണ്. അമ്മ അച്ഛന്റെ ഭാഗത്തെ തെറ്റുകൾ ചിലപ്പം അമ്മ പറയും, അമ്മയുടെ ഭാഗത്തെ തെറ്റുകൾ അച്ഛനും പറയും. അപ്പൊ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടാലി അല്ലാതിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് ചില സത്യാവസ്ഥ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ അത് തിരക്കാനും പോകണ്ട. ഇപ്പൊ അവർ രണ്ടുപേരും ഓക്കെയാണ്. എന്നെ സംബന്ധിച്ച് ഒരിക്കലും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ലെന്ന് ആഗ്രഹമുണ്ട്. എത്രയൊക്കെ പറഞ്ഞാലും എന്റെയും ചേട്ടന്റെയും ഓർമ്മയിൽ പോലും ഇല്ല ഞങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ നടുക്കിടന്ന് ഉറങ്ങിയൊരു ഓർമ്മ ഞങ്ങൾക്കില്ല. അത് എന്നും എൻ്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര ഒരു വിഷമമുള്ള ഒരു കാര്യമാണ്. കാരണം എല്ലാവരും അച്ഛനും അമ്മയും ശരിക്കും എൻ്റെ കല്യാണ ഫോട്ടോ പോലും എഡിറ്റ് ചെയ്ത് വെക്കേണ്ട അവസ്ഥയാണ്. കാരണം കല്യാണ ഫോട്ടോയിൽ അച്ഛനും അമ്മയും ഒന്നിച്ച് നിന്നിട്ടില്ല. ആകെ നിന്നിട്ടുള്ളത് വെൽക്കം ചെയ്യുമ്പോൾ ആ തൊഴാൻ നിൽക്കണം, അപ്പുറത്ത് അച്ഛനും ഇപ്പുറത്ത് അമ്മയും നിൽക്കണതല്ലാതെ കല്യാണ ഫോട്ടോയിൽ വരില്ല. ചേട്ടൻ്റെ കല്യാണ ഫോട്ടോയിൽ പോലും അമ്മേനെ എഡിറ്റ് ചെയ്താണ് വെച്ചത്. അത് തന്നെയാണ് എൻ്റെ കല്യാണത്തിനും. അപ്പം ഞാൻ ക്യാമറമാൻ്റെ കല്യാണം കഴിയുമ്പോഴാണ് ചേട്ടാ ഇതിലൊരു ഫാമിലി ഫോട്ടോയിൽ അമ്മേനെ എഡിറ്റ് ചെയ്ത് വെക്കണേ. കാരണം ഒരിക്കലും നടക്കാത്തൊരു സംഭവമാണ് ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചുള്ള. അവരെ വൈരാഗ്യം അവർക്ക് ഓക്കെയാണ്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾക്കൊരു പോണ ഒരു ഫീൽ അവർക്ക് അറിയട. പിന്നെ ശീലമായി, അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ ശീലമായി. ഇപ്പൊ അച്ഛനും അമ്മയും എല്ലാമായിട്ട് ഒരാൾ കൂടെ ഉണ്ട്. അതല്ലേ ഒരുപാട് എല്ലാ സ്ഥാനങ്ങളും ഡീൽ ചെയ്യുന്നുണ്ട്. ഇത്രയും വർഷമായിട്ട് ഒപ്പം ഉണ്ട്. ആദർശിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം, എല്ലാ സംഭവങ്ങളും അറിയാം. എന്തൊക്കെ ആദർശിനെ കൊച്ചിലെ തൊട്ട് മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഏറ്റവും ബോധ്യമുള്ള ഒരാളാണ്. അപ്പൊ ശരിക്കും എല്ലാ സ്ഥാനവും ഒരുമിച്ച് ഡീൽ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഈ പ്രപഞ്ചത്തിലെ അമ്മയെക്കാളും വലിയ ഒരാൾ ആരും ഇല്ലെന്ന് പറയില്ലേ, അതുപോലെ ഞാൻ കണ്ടിട്ടുള്ളത് ഇവളെക്കാളും വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ എൻ്റെ എല്ലാ കന്നദ്രുകളും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എനിക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്കുകളായിരുന്നാലും ഇവള് മാത്രമല്ല, ഇവളുടെ വീട്ടുകാരായിരുന്നാലും എൻ്റെ വീട്ടുകാരായിരുന്നാലും എനിക്കുണ്ടായിട്ടുള്ള തെറ്റുകളെല്ലാം എന്താണ് ഏതാണെന്നുള്ളത് ക്ലിയറായിട്ട് പറഞ്ഞു തന്ന് ക്ലിയറായിട്ട് ഇത് ഇന്നതാണ്, ഇത് ഇന്ന പണി കിട്ടും എന്താണ് എൻ്റെ കുറേ, അതായത് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ളത് ഇവളെയാണെന്ന് തന്നെ പറയാം. അതിൽ ഏറ്റവും വലിയ ദ്രോഹം ഞാൻ ഇപ്പോൾ ചെയ്തുള്ള കല്യാണം ആൾക്കാർ വിളിച്ചിട്ട് ചെയ്യും. ഞാൻ ഒരു സമയത്ത് ഇപ്പം ഞാൻ അവളുടെ അടുത്ത് പറയടി ഇനി ഞാൻ നിന്നെ വിഷമിപ്പിച്ചൊരു കാര്യം ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഏകദേശം കല്യാണം വരെ എത്തി ഹാപ്പി ആയിട്ടുള്ള കൊണ്ടുപോകും. പേരൻസ് ഒരുമിച്ചില്ലാത്തതിന്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് എനിക്ക് ഒരു പോയിന്റ് എത്തപ്പോ മനസ്സിലായി. പേരൻസിന്റെ പ്രശ്നമാണ് അവരുടെ ഒരു വളർത്തുന്ന മീൻസ് അവരില്ലാത്തതിന്റെ ഒരു ഇതുണ്ടല്ലോ, തെറ്റെന്താണ് ശരിയെന്താണ് പറഞ്ഞു കൊടുക്കുക. നമ്മളൊക്കെ ആണെങ്കിൽ രണ്ടടി അടിച്ചു കഴിഞ്ഞാൽ പേടിയുണ്ട്. ഇവർക്ക് അങ്ങനെയല്ല, ഒരു കാര്യം ചെയ്യുമ്പോൾ പേടിയൊന്നും ഇല്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ശീലിച്ചതിന്റെ ഉള്ള പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ 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 ഓരോന്ന് പറഞ്ഞു ഇന്നതാണ് അങ്ങനെയാണ്, അത് അവരുടെ അടുത്ത് അങ്ങനെ ഡീൽ ചെയ്യണം. ഇല്ല കുരിശത്തി രണ്ടുപേരും റീലുകളിൽ കണ്ടിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഫ്രണ്ട്സുകളായിട്ടുണ്ട്, റിലേഷൻഷിപ്പ് ആയിട്ടുണ്ട്, പലതരം വേഷവിധാനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എവിടെ ഇതിനൊക്കെ തുടക്കം എവിടെയാ ശരിക്കും? റിലേഷൻഷിപ്പിന്റെ തുടക്കമാണോ റീലിന്റെ തുടക്കം? രണ്ടിന്റെയും തുടക്കം. ഇപ്പം റിലേഷൻഷിപ്പിന്റെ ആണെങ്കിൽ ഞങ്ങള് 2015 14 തൊട്ട് അറിയാം. അതായത് പണ്ട് തൊട്ടേ അറിയാം, ഞങ്ങൾ കാണുന്നുണ്ട്. LKG തൊട്ട് ഞങ്ങൾ ഒരു സ്കൂളിലായിരുന്നു. 14 വർഷം കൊണ്ട് ഒരു സ്കൂളിൽ LKG UKG തൊട്ട് 12ാം ക്ലാസ് വരെ തിരുവനന്തപുരം തുടക്കം. എന്റെ പ്രണയത്തിലൊക്കെയാണ്. ഞാൻ 10 വെക്കേഷൻ ഇല്ലേ, ആ സമയത്ത് ഫേസ്ബുക്ക് ഞാൻ ആദ്യമായിട്ട് എടുത്ത സമയത്ത് നോക്കുമ്പോ എല്ലാവരുടെ മ്യൂച്വൽ ലിസ്റ്റിൽ ഒരാള് ആദർശൻ റിക്വസ്റ്റ്. അപ്പൊ എനിക്ക് അറിയുന്ന കൂടെയാണ് ഞാൻ റിക്വസ്റ്റ്. അങ്ങനെ നമ്മൾ ചാറ്റ് അങ്ങനെ അത് മെസ്സേജ് അയച്ചപ്പോഴത്തേനും ഭയങ്കര ഈ സ്വഭാവമില്ലേ അത് അതിനകത്തുണ്ടെന്ന്. അപ്പൊ നല്ല രസമുണ്ട് ചാറ്റ് ചെയ്യാൻ. മറ്റേ ഹായ് ഹൗ ആർ യു ഹലോ മാത്രമല്ലാതെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാള്. അപ്പൊ അങ്ങനെ ചാറ്റ് ചെയ്ത് നല്ല കമ്പനിയായി അല്ലേ. ഞാൻ മറന്നു എന്താ അങ്ങനെ. അപ്പൊ അത് ചാറ്റ് ചെയ്ത കമ്പനി അങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എനിക്കൊരു കൊച്ചിനെ ഇഷ്ടമാണ്, എനിക്കത് പറഞ്ഞു. അപ്പൊ എനിക്ക് അറിയാം ആള് മുമ്പ് റിലേഷൻ ഉണ്ടായിരുന്നു, അത് പൊട്ടി പൊളിഞ്ഞ് പാലിച്ചിട്ടിരിക്കുന്ന സമയമാണ്. അപ്പം എനിക്കറിയാം ഈ പെൺപിള്ളേര് ഈ കിടക്കുന്ന ആളാന്നൊക്കെ എനിക്കറിയാം. അപ്പൊ ഞാൻ ചെയ്തെങ്കിലും ഒരു നല്ലൊരു സുന്ദരി കൊച്ചായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു എൻ്റെ അടുത്ത് ഇങ്ങനെ ഐഡി എനിക്കൊരു കൊച്ചിനെ നിനക്കറിയാം കൊച്ചിനെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആരാടാന്നൊക്കെ. ഇങ്ങനെ ഒരാഴ്ചയായപ്പോൾ പറയുന്നില്ല എടി എനിക്ക് അവളെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ എന്നിട്ട്
എനിക്ക് പിന്നെ ആയപ്പോ ടെമ്പർ തെറ്റി. ഞാൻ പറഞ്ഞോളാം, നീ പറഞ്ഞെങ്കിൽ നീ പറയുന്നെങ്കിൽ പറയാ, അവള് പ്രേമിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ പ്രേമിക്കാൻ അതോടെ തരില്ലേ. ആ ഡയലോഗിൽ ശരിക്കും ആ ഡയലോഗിൽ തിരിഞ്ഞതാണോ സത്യത്തില് അതെ വർഷനെ തന്നെയാണ് ഈ ഉന്നം വെച്ചിരുന്നത്. എന്ന് വെച്ചാൽ കാരണം എന്താ അങ്ങനെയൊന്നുമല്ല, ഞാൻ ഇവളെ തന്നെയാണ് എയിം ചെയ്തത്. പക്ഷെ ഇവളെ ഇങ്ങനെ പറഞ്ഞു ഇതുവരെ എത്തുമെന്ന് നമുക്കറിയില്ല. അങ്ങനെ പറയപ്പോഴും ഇവളെ എടാ അവള് നോക്കിയില്ലെങ്കിൽ ഞാനെങ്കിലും നിന്നെ നോക്കാന്ന് പറയാൻ മെസ്സേജ്. ഞാൻ പറഞ്ഞു ഞാൻ നിന്നെയാണ് നോക്കണേന്ന് പറയും. പിറ്റേന്ന് തന്നെ പറയും. കാരണം നല്ല വൈബ് എനിക്ക് പ്രത്യേകിച്ച് കൂടുതലൊന്നും അറിയത്തില്ല. ഈ സംസാരം ഭയങ്കര ഇഷ്ടമായോണ്ട് സംസാരപ്രിയന ഡെയിലി സംസാരിക്കാറുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞ ഒരു കലോത്സവം കഴിഞ്ഞപ്പോ തൊട്ട് എന്ന് വെച്ചാൽ കമ്പനി 10ാം ക്ലാസ്സിലെ കലോത്സവം 2014 കലോത്സവം ആ സമയം തൊട്ട് ഞാൻ എന്നുവെച്ചാൽ കൊള്ളാം. ഇവിടെ സംസാരിക്കണതായിരുന്നാലും ഇവിടെ ഫാമിലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ അച്ഛനും അമ്മയും ആദ്യമായിട്ട് എന്നെ കാണാൻ വരുമ്പോൾ നമ്മൾ ഒന്നിച്ച് ഗാനമേളയ്ക്കൊക്കെ പാടാനും വേണ്ടിയിട്ടൊക്കെ അപ്പം പ്രാക്ടീസ് ചെയ്യുന്ന റിഹേഴ്സൽ സമയത്തൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴല്ലേ ഇവിടെ വീട്ടുകാർ കൊണ്ടുവന്ന് സാധനം മേടിക്കുമ്പോൾ എല്ലാവർക്കും എനിക്ക് ആ ഫാമിലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. കട്ട്ലെറ്റ് എല്ലാവർക്കും മേടിക്കും. എത്ര ആളുണ്ടെന്ന് ചോദിച്ചു പിന്നെ ഇങ്ങോട്ട് വന്നു എന്ന് വെച്ചാൽ നോക്കിയപ്പോ ഒരു ഫുഡ് അതായത് ഇവളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം അതുപോലെ എന്നെ എന്റെ കൂടെ അൻഫൽ എന്ന് പറഞ്ഞവൻ അതിലെ ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ സെറ്റ് ആയതുപോലെ അവൻ അറിഞ്ഞിട്ടില്ല. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു, പക്ഷെ അവൻ അറിയില്ല. അങ്ങനെ സ്കൂൾ തുറക്കണ ഒരു ദിവസം അതിവിടെ പറയല്ലേ, ജൂൺ 1 തീയതി സ്കൂൾ തുറക്കണം. സ്കൂൾ തുറക്കുമ്പോ ഞാൻ എന്റെ പറഞ്ഞു നമ്മള് പ്ലസ് വണ്ണിലോട്ട് കയറണോണ്ട് നമുക്ക് അപ്പോൾ തുറക്കൂല. അപ്പൊ ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു അളിയാ നീ വന്നാണ് നമുക്ക് സ്കൂൾ വരെ പോയിട്ടാ. എന്തിനാടാ അത് സ്കൂളിൽ ഇതൊന്ന് പ്രവേശനോത്സവം അല്ലേ, നമുക്ക് ചുമ്മാ പോകാൻ പറയും. ശരിയെന്ന് പറഞ്ഞ അപ്പൊ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കയ്യിൽ 10 ചരടിട്ട് മറ്റേ പടം പോലത്തെ മാല കണ്ണൊക്കെ എഴുതി 10 കുറിയൊക്കെ ഇട്ട് ഒരു കാലത്തും ഇല്ലാതെ കളർ അടിച്ചോണ്ടു. ഇപ്പോഴത്തെ വെച്ച് നോക്കുമ്പോ അന്നത്തെ എന്തോന്ന് കളർ ബർഗണ്ടി ഒരു പിങ്ക് എന്നിട്ട് ഇവനെ വിളിച്ച് നേരെ സ്കൂളിന്റെ അവിടെ പോയി. അപ്പൊ എന്റെ കയ്യിൽ വേറെ പുതിയൊരു സാധനമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ഫുൾ കറങ്ങി. അപ്പൊ അത് നിന്റെ തന്നായിരുന്നോ ഒരു മാല ഞാൻ കൊടുത്ത്. അപ്പോഴാണോ ഇതെന്തല്ലേ അല്ലെ ഞങ്ങളും സെറ്റായി എന്ന് പറഞ്ഞു തീർന്നതും അപ്പുറത്തുനിന്ന് പോലീസുകാരൻ വിളിക്കുന്നു. സ്കൂളിലെ ഫ്രണ്ടിൽ പൂവാലശല്യം എന്ന് പറയുന്നത് അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് തന്നെ പോലീസ് പിടിക്കുന്നു. ഞാൻ എന്റെ അപ്പുറത്തുള്ള പള്ളിയിലോട്ട് നമ്മൾ പള്ളിയുടെ അകത്തോട്ട് പോയിട്ട് നമുക്ക് കുറച്ച് സംസാരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ പോയതാ. ഞാൻ ഫ്രണ്ടിലോട്ട് നടന്നിട്ട് ഇവരെ കാണാനില്ല. പിന്നെ എപ്പോഴും ഞാൻ എന്നിട്ട് വെളിയിലൊക്കെ ഇറങ്ങി നോക്കിയപ്പോഴത്തേക്ക് പോലീസ് ജീപ്പിൽ ടാറ്റ പോലീസ് വിളിച്ചു. അങ്ങനെ ആദ്യമായിട്ട് തന്നെ പോലീസ് പിടിക്കുന്നത് ഇവിടെ കാണാൻ പറ്റും. പിന്നെ പിടിച്ചിട്ടേ ഇല്ല. സ്റ്റേഷനിൽ കയറേണ്ട അന്നും ആദ്യമായിട്ട് അവസാനമായിട്ട് അന്നാണ് കയറുന്നത്. പിന്നെ കയറിയത് ഈ എത്ര ഒരു 6 മാസം മുമ്പ് കണ്ട ഇവളെ ഒരു പുള്ളിക്കാരൻ സദാചാരം ഒരു മാമൻ എന്തൊക്കെയോ തെറി വിളിച്ച് ആ പേരിൽ പുള്ളി. ഞാൻ ചുമ്മാ അവിടെ റോഡ് സൈഡിൽ രാത്രി ഫോൺ വിളിക്കാനായിട്ട് വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഫോൺ വിളിച്ചോണ്ടിരിക്കുക. പുള്ളി കാർ എടുത്ത് പുള്ളിയുടെ വീട് തൊട്ട് ഫ്രണ്ടിലാ. എനിക്കറിയത്തില്ല, എന്റെ ഫ്രണ്ടിൽ ടൈറ്റാന്റെ കട മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഫോൺ എടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പുള്ളി കാർ എടുത്തിട്ട് പുള്ളിയുടെ വീട്ടിലോട്ട് കയറ്റാൻ വേണ്ടി നോക്കുക. പക്ഷെ ഞാൻ ചോദിക്കും എന്തുവാ, അപ്പൊ പുള്ളി തിരിച്ചു ചോദിക്കുക എന്തുവാന്ന്. അങ്ങനെ പുള്ളി ഇറങ്ങി വന്നിട്ട് എന്നെ കുറെ ചെയ്തോളൂ, നീ എന്റെ വീട്ടിൽ അടിച്ചിട്ടുണ്ടായിരുന്നു, നീ എന്റെ വീട്ടിൽ കാർ ഇടാൻ നീ സമ്മതിക്കത്തില്ലേ എന്ന് എന്നോട് ചാടി. ഞാൻ അപ്പൊ പേടിച്ചോടിട്ട് പിന്നെ തിരിച്ചു വന്ന് ഇവരെയൊക്കെ വിളിച്ചോണ്ട് പുള്ളി വീട്ടിനത്രയും അങ്ങനെ അപ്പൊ തന്നെ കൊണ്ടുവന്ന് കേസ് കൊടുത്തത്. അതിനാണ് ഇന്നിപ്പോ നിന്നുള്ള രീതിയിലേക്ക് കൂടുതലും കോണ്ടന്റ് വരുന്നത് ഇവിടുന്ന നിങ്ങൾ 3 പേരും തന്നെയാണോ അതോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വേറെ ആളുകളുണ്ടോ? ഇല്ല, ഞങ്ങൾ 3 പേരും. അതായത് എനിക്ക് വേണ്ട കണ്ടന്റ് ഞാൻ കൊണ്ടുവരും. അത് ഞങ്ങൾ ആദ്യമേ വെച്ചൊരു ഡീലായിരുന്നു. അതായത് എനിക്ക് കണ്ടന്റ് വേണോ ഞാൻ കൊണ്ടുവരാം, ഇവക്കുള്ളത് ഇവള് കൊണ്ടുവരട്ടെ. ഒരു വീഡിയോ തന്നെ ഇട്ടിട്ട് കൊളാബ് ചെയ്യുക, അത് അവരവരുടെ കോണ്ടന്റ് അവരവരുടെ സെപ്പറേറ്റ് ആയിട്ടുള്ളൂ. പിന്നെ ഈ വീഡിയോസ് ഫേസ്ബുക്കിൽ വേണമെങ്കിൽ ആർക്കാരുടെ വേണം എടുക്കാം. അപ്പൊ ഞാൻ ഇടുന്ന വീഡിയോ ഇന്ന് ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചുമ്മാ ഫേസ്ബുക്ക് കയറി നോക്കുമ്പോൾ അത് വിളിട്ടേക്കും. എന്നെ ഇടാൻ സമ്മതിക്കില്ല. ഒരു ദിവസം കഴിഞ്ഞല്ലേ ഇടാവുള്ളൂ, വിളിട്ടേക്കും. എന്നാൽ ഇവക്ക് മുന്നേ പൂർണ്ണമായി യൂട്യൂബിൽ അത് ഇടൂല. ഞാൻ ഓരോ ദിവസം ഗ്യാപ്പിട്ട് ഇടുള്ളൂ. പക്ഷെ ഞാൻ ഇടാൻ വേണ്ടിട്ട് ഇവരിങ്ങനെ നോക്കി നിൽക്കും. ഈ ഇറച്ചിക്കട വണ്ടിയിൽ പട്ടി ഇവരിങ്ങനെ നോക്കി ചേട്ടാ ഇട്ട് ഓക്കെ. അത് ഇവിടെ കണ്ടു തീർക്കണതിന് മുമ്പ് ഇവര് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇടും. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.